യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഇത്തരക്കാരാണോ എന്ന് സംസ്ഥാനത്തെ ആബാലവൃദ്ധ ജനങ്ങളും ആലോചിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം. പത്തനംതിട്ട നേതൃത്വം എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വളർന്നു വന്ന യുവ നേതാക്കൾ. ഈ കഴിഞ്ഞ ദിവസം മുഹമ്മദ് സുഹൈൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ കേസിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുകയും ചെയ്യും. ഈ കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ മുഹമ്മദ് സുഹൈൽ വിവാഹിതയായ കല്യാണം കഴിഞ്ഞ ഒരു യുവതിയുമായി അടുപ്പത്തിലായിരുന്നു. ആ യുവതി കഴിഞ്ഞ ദിവസം ജീവനൊടുക്കി. ഇവര് ഒരേ സ്കൂളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇവര് സൗഹൃദത്തിലായി. ഈ സൗഹൃദം ഇല്ലീഗലാണ് എന്ന് തിരിച്ചറിഞ്ഞത് യുവതിയുടെ ഭർത്താവാണ്. യുവതിയുടെ ഭർത്താവ് ഇരുവരെയും താക്കീത് ചെയ്തു, വഴക്ക് പറഞ്ഞു, തള്ളും ഉന്തും ഘട്ടം വരെ എത്തി. മുഹമ്മദ് സുഹൈൽ ആ വഴി പോയി. പക്ഷെ യുവതി പോയിട്ട് ജീവൻ ഒടുക്കുകയാണ് ചെയ്തത്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചു. ആത്മഹത്യാക്കുറിപ്പ് അയച്ച പോലീസ് മുഹമ്മദ് സുഹൈലിനെ കസ്റ്റഡിയിലെടുത്തു. പ്രഥമ ദൃഷ്ടിയ അയാൾക്കെതിരെ ശക്തമായ തെളിവുകൾ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഏനാത്തായിരുന്നു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. കടമ്പനാട് സ്വദേശിയാണ് ഈ യുവതി. അങ്ങനെ മുഹമ്മദ് സുഹൈൽ കസ്റ്റഡിയിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണെന്ന് ഓർക്കണം. ഇനി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താം. രാഹുൽ മാങ്കൂട്ടത്തിൽ 3 ബലാത്സംഗ കേസുകളിലും നിർബന്ധിത ഗർഭഛിദ്ര കേസുകളിലും പ്രതിയാണ്. ഈ കഴിഞ്ഞ ദിവസം 2ാമത്തെ ബലാത്സംഗ പരാതി നൽകിയ യുവതി കോടതിയിലെത്തി രഹസ്യ മൊഴി നൽകിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, മൊബൈൽ ഫോണുകൾ കൈമാറുന്നില്ല എന്നൊക്കെയുള്ള പരാതി അന്വേഷണ സംഘത്തിൽ നിന്ന് വരുന്നുണ്ട്. ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്നു എന്നൊക്കെയുള്ള പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. ആ പഴയ മൊബൈലുകളൊക്കെ ചിലത് നഷ്ടപ്പെട്ടു പോയി, ചിലത് വിറ്റുപോയി എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനോട് പറയുന്നത്. ആ മൊബൈലുകൾ കിട്ടിയാൽ മാത്രമേ അതിനകത്തു നിന്നുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിയുകയുള്ളൂ എന്നതാണ് ഒരു വസ്തുത. അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന്. ഇനി ഇരയാക്കപ്പെട്ട 2ാമത്തെ യുവതി എന്താണ് കോടതിയിൽ കൊടുത്ത മൊഴി? പോലീസുകാർക്ക് കൊടുത്ത മൊഴിക്ക് സമാനമായ മൊഴി തന്നെയാണ്. പക്ഷെ കുറെ കൂടി ആധികാരികതയുണ്ട് ഈ 164 അനുസരിച്ച് കൊടുക്കുന്ന രഹസ്യ മൊഴിക്ക്. അടച്ചിട്ട കോടതി മുറിയിലാണ് യുവതി മൊഴി നൽകിയത്. യുവതി നൽകിയ മൊഴി അനുസരിച്ച് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി പരിചയപ്പെടുന്നത്. അത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതാണ്. പരിചയം സൗഹൃദമായി വളർന്നു, പ്രണയമായി വളർന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനമൊക്കെ നൽകി. അങ്ങനെ ആ പെൺകുട്ടി നാട്ടിലേക്ക് വരികയാണ്, അവധിക്ക് നാട്ടിലേക്ക് വരികയാണ്. ഇക്കാര്യം പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോകുന്നതിന് മുന്നേ എന്നെ ഒന്ന് കാണണം, എനിക്ക് തന്നെ ഒന്ന് കാണണം. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്തിയ പെൺകുട്ടിയെ ഇയാളും ഇയാളുടെ സുഹൃത്തും പോയി കാറിൽ പിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു. കണ്ടപാടെ, അതായത് മുറിക്കുള്ളിലേക്ക് കടന്നപാടെ ബലാത്കാരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയാണ്. പിന്നീടാണ് ഗർഭഛിദ്രവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇതേ സമാന പരാതി തന്നെയാണ് 3ാമത്തെ കേസിൽ കാനഡയിൽ നിന്നുള്ള യുവതി പറഞ്ഞത്. എന്താണ്, അവരെ തിരുവല്ലയിൽ മുറിയെടുക്കാൻ പറഞ്ഞു, ഹോട്ടലിൽ മുറിയെടുക്കാൻ പറഞ്ഞു. മുറിയെടുത്ത് കഴിഞ്ഞ് മുറിയിലേക്ക് വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ്. വിവാഹ വാഗ്ദാനം നൽകി അവരെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞ് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെ ഒന്നും പോറ്റി നടത്താൻ എന്നെ കൊണ്ടുപോയി രാഷ്ട്രീയ ജീവിതത്തിൽ, ഇന്നലത്തെ മൊഴി അങ്ങനെയാണ്, രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് ഭാര്യയും മക്കളെ ഒന്നും സംരക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് ഗർഭചിത്രം വേണം എന്ന് ശഠിച്ചിട്ട് ഗർഭചിത്രം ചെയ്യിക്കുക. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ഇവരൊക്കെ സമീപിക്കുന്നത്, യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ സമീപിക്കുന്നത് ഒന്നുകിൽ വിവാഹിതരായ യുവതികളെയാണ്. വിവാഹിതരും അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും അന്തഃഛിദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ഇവർ പരിചയപ്പെടുകയാണെങ്കിൽ ആ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. പിന്നീട് ക്രമേണ അത് വഷളായി വരികയും കുടുംബം ആകെ കുളം തോണ്ടുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യൂത്ത് കോൺഗ്രസ്സുകാർക്കൊക്കെ ഇമാതിരി ഇടപാടാണോ എന്ന് കേരളത്തിലെ ആളുകൾ ശങ്കിച്ചാൽ ഒരു തർക്കവും വേണ്ട. അത് അത്തരത്തിലുള്ള സംഭവങ്ങളും അറസ്റ്റുകളുമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സുഹൈൽ ഒരു വിവാഹിതയായ യുവതിയുമായി ഇല്ലീഗൽ റിലേഷൻ സ്ഥാപിക്കുകയും ആ യുവതി ജീവനൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ വേണ്ട എല്ലാ തെളിവുകളും ലഭിച്ചു എന്നാണ് പോലീസ് നൽകുന്ന